കാലവർഷം കലിതുള്ളിയെത്തിയതിന് പിന്നാലെ കാസർഗോഡ് ജില്ലയിൽ കെടുതികളും രൂക്ഷമായി. പലയിടങ്ങളിലും വെള്ളക്കെട്ട് ദുരിതം വിതച്ചപ്പോൾ ചിലയിടങ്ങളിൽ മതിലുകൾ തകർന്നും മരങ്ങൾ വീണും നാശനഷ്ടങ്ങളും നേരിട്ടു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽബയൽ, മംഗളൂർ. ശനിയാഴ്ച രാവിലെ ആരംഭിച്ച് ഒരിക്കൽ പോലും തോരാതെ പെയ്ത മഴയാണ് കാസർഗോഡ് ജില്ലയിൽ പരക്കെ ദുരിതവും നാശനഷ്ടവും വിതച്ചത്. ഈ ദിവസം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്ത ജില്ലയും കാസർഗോഡാണ്. വിട്ടൊഴിയാത്ത മഴയെ തുടർന്ന് കാഞ്ഞങ്ങാട് ഉൾപ്പെടെയുള്ള പ്രധാന പട്ടണങ്ങളിലെല്ലാം അസാധാരണമാംവിധമുള്ള വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. ദേശീയപാതയും സർവീസ് റോഡുകളും മിക്കയിടത്തും അക്ഷരാർത്ഥത്തിൽ തോടിന് സമാനമായി മാറി. മാവുങ്കാലിൽ മതിലിടിഞ്ഞു വീണ് സ്കൂട്ടർ യാത്രികരായ 2 പേർക്ക് പരിക്കേറ്റു. ഉപ്പള കൈക്കമ്പയിൽ ഖലീലിന്റെ വീടിന്റെ മുകളിലേക്ക് മതിൽ തകർന്നു വീണ് അടുക്കള ഭാഗം തകർന്നു. മതിലിന്റെ കോൺക്രീറ്റ് ബെൽറ്റ് ഉൾപ്പെടെയുള്ളവയാണ് വീടിന് മുകളിലേക്ക് പതിച്ചത്. സംഭവസമയം അടുക്കളയിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കുകളൊന്നും പറ്റിയില്ല. വീടിന്റെ സൺസൈഡിനും കോൺക്രീറ്റ് പാളികൾക്കും തകരാർ സംഭവിച്ചിട്ടുണ്ട്. ജനൽ ചില്ലുകളും തകർന്നു. തകർച്ചയുടെ ചില ഭാഗങ്ങൾ വീടിന്റെ പിന്നിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന് മുകളിലേക്കും വീണു. കുണിയയിൽ കോളേജ് മൈതാനത്തിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു. തോക്കാനമട്ട കുന്നൂച്ചി റോഡിലേക്കാണ് മതിൽ തകർന്നു വീണത്. ഇതേ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. വൈദ്യുതി ബന്ധവും താറുമാറായി. മധുർ ക്ഷേത്രത്തിന് സമീപം മരം വാഹനങ്ങൾക്ക് മുകളിലേക്ക് മറിഞ്ഞു വീണു. ഇതേ തുടർന്ന് ഒരു കാറിനും 2 സ്കൂട്ടറുകൾക്കും സാരമായ കേടുപാടുകൾ പറ്റി. കാസർഗോഡ് നിന്നും അഗ്നിരക്ഷാസേനയെത്തിയാണ് മരം മുറിച്ചു മാറ്റിയത്. ഉപ്പള നയാബസാറിൽ ഖാദർ ഹാജിയുടെ വീടിന്റെ കോമ്പൗണ്ടുകൾ പൂർണ്ണമായും തകർന്നു. അരികിലൂടെ കടന്നുപോകുന്ന റോഡിന് ഓവുചാലില്ലാത്തതാണ് ഇതിന് കാരണമായതെന്നും 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായെന്നുമാണ് പറയുന്നത്. മംഗൽപാടി പഞ്ചായത്തിലെ ഉപ്പളഗേറ്റ്, നയാബസാർ, അമ്പാർ തുടങ്ങിയ ഭാഗങ്ങളിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് കാൽനടക്കാർക്കും വാഹനയാത്രികർക്കും കടുത്ത വെല്ലുവിളി സൃഷ്ടിച്ചു. ഇന്ന് ജില്ലയിൽ റെഡ് അലർട്ടാണ് ബഹുമാനപ്പെട്ട കലക്ടർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മംഗൽപാടി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലുള്ള വ്യാപകമായ വെള്ളക്കെട്ട് നിറഞ്ഞിരിക്കുകയാണ്. ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകുമ്പോൾ പല സ്ഥലങ്ങളിലും വേണ്ടത്ര പഠനം നടത്താതെ, ആവശ്യത്തിന് ഡ്രെയിനേജ് നൽകാതെ, കടലിലേക്ക് ഒഴുകിപ്പോകാൻ സുഗമമായി വെള്ളം പോകാൻ വേണ്ടിയുള്ള ഡ്രെയിനേജ് നൽകാത്തതും അതിലേക്ക് പോകാനുള്ള പാലങ്ങൾ നിർമ്മിക്കാത്തതുമായ പ്രശ്നങ്ങൾ നിലവിൽ ഈ വെള്ളക്കെട്ടിന് കാരണമാകുന്നു. മംഗൽപാടി പഞ്ചായത്തിന്റെ ഉപ്പളഗേറ്റ്, നെഹബസാറ്, അമ്പാറ്, അതുപോലെ വിവിധ പ്രദേശങ്ങൾ, മംഗൽപാടി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിലടക്കമുള്ള മണ്ണംകുഴി, കുതുക്കോടി പോലുള്ള പ്രദേശങ്ങളിലൊക്കെ വീടടക്കം ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ ഈ ഒരു ഒറ്റ ദിവസത്തെ മഴ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മഴ വരാറുണ്ട്, ഒരുപാട് മാസങ്ങളോളമുണ്ട്. ആശങ്കയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. അധികാരികളെ വേണ്ട സഹായങ്ങൾ മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലേക്ക് നൽകണമെന്ന് ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ് വിഷൻ.